ക്രിസ്റ്റൽ ക്ലിയർ. മുനമ്പത്ത് ബാർ മുതലാളിമാരടക്കമുള്ളവർ മാത്രമല്ല, വഖഫ് സ്വത്തുക്കൾ അനധികൃതമായി കൈയടക്കി വെച്ച നിരവധി പേരുണ്ട്. അവരെയൊക്കെ സംരക്ഷിച്ച് വെളുപ്പിച്ചെടുക്കണം. കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന ഭരണഘടന വിരുദ്ധ മുസ്ലിം വിരുദ്ധ വഖഫ് ഭേദഗതി നിയമത്തിനെതിരെ നാമമാത്ര പ്രതിഷേധം തീർത്തവരുടെ ഭാഗത്ത് നിന്ന് മറിച്ചൊന്നും പ്രതീക്ഷിക്കുന്നില്ല. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നും വലിയ മാസാണ്, വലിയ മരണ മാസാണ്, ആള് പുലിക്കുട്ടിയാണ്, ആള് നട്ടലുള്ളവരാണ് എന്നൊക്കെ തോന്നും. പക്ഷേ സ്വന്തം പേര് പോലും പൂർണ്ണമായിട്ട് എഴുതാൻ ശങ്കിക്കുന്ന ഒരു തരം ചെറ്റയാണ് ഈ കുറിപ്പ് എഴുതിയ വ്യക്തി. എല്ലാത്തിലും കോലിട്ട് തിരിക്കുക, തങ്ങൾക്ക് ആവശ്യമായതിനനുസരിച്ച് തങ്ങളുടെ ഇച്ഛകൾക്കനുസരിച്ച് വേണ്ട വിധത്തിൽ തിരിച്ചും മറിച്ചും തരാതരം നിലപാട് മാറ്റുക. ഈ വ്യക്തിയുടെ പേര് സോഷ്യൽ മീഡിയയിൽ അദ്ദേഹത്തിൻ്റെ പ്രൊഫൈലിൽ അദ്ദേഹം എഴുതിയിരിക്കുന്നത് CPA ലത്തീഫ് എന്നാണ്. CPA ലത്തീഫ്, CP അബ്ദുൽ ലത്തീഫ് എന്നാണ് പേര്. ആ അബ്ദുൽ എന്ന് പോലും പൂർണ്ണമായിട്ട് എഴുതാൻ എന്തോ ഒരു ശങ്ക, അത് എഴുതാൻ വല്ലാത്തൊരു മടി. CPA ലത്തീഫ്. ആ ലത്തീഫ് എഴുതിയതിൻ്റെ സ്പെല്ലിങ്ങിൽ തന്നെ എല്ലാം ഉണ്ട്. ഈ വിദ്വാൻ ആരാണെന്ന് പറയാം, അതിനു മുമ്പ് ആ പേരിൽ തന്നെ എല്ലാം ഉണ്ട്. ആദ്യം അബ്ദുൽ എന്ന തൻ്റെ പേരിൻ്റെ ആദ്യ നാമം കൊള്ളയടിച്ചു, കട്ടു. എന്നിട്ട് പേരെഴുതിയപ്പോൾ ബാക്കിയുള്ള എഴുതിയ പകുതി ആദ്യ ഭാഗം മുറിച്ചു മാറ്റി. എന്നിട്ട് രണ്ടാം ഭാഗം എഴുതിയപ്പോൾ അവിടെ വീണ്ടും കള്ളൻ കയറി വന്നു. സാധാരണ നിങ്ങൾ ലത്തീഫ് എന്നൊക്കെ പേരെഴുതിയെന്ന് നിങ്ങൾ പല ആളുകൾ ലത്തീഫ് എന്ന് പേരെഴുതുന്ന കണ്ടുണ്ടാവും. എന്നാൽ ഈ വ്യക്തിയുടെ ലത്തീഫ് എന്ന് പേരെഴുതിയതിലുള്ള ഒരു സ്പെല്ലിങ് ഞാൻ പറയാം. LATHEIF. അതിൽ LA അങ്ങോട്ട് മാറ്റിക്കഴിഞ്ഞാൽ പിന്നെന്താണ്? തീഫാണ്. തീഫ്, കള്ളൻ. സാധാരണ ലത്തീഫ് എഴുതുമ്പോൾ LATHEEF. ചില ആളുകൾ LATHIF ഇങ്ങനെയൊക്കെ എഴുതാറുണ്ട്. ഇത് LATHEIF. ആ തീഫിനെ അവിടെ നിർത്തി, ആ കള്ളനാണിവൻ. എന്താ പ്രശ്നം? ഇപ്പം ഞാൻ വായിച്ച കുറിപ്പ് കൂടി പങ്കുവെച്ചിട്ട് ഇവൻ ഒരു കാർഡ് കൂടി, ആര് കാർഡാണ്? മീഡിയ വണ്ണിൻ്റെ ഒരു കാർഡ് കൂടി ഇവൻ പങ്കുവെച്ചിട്ടുണ്ട്. വഖഫ് ബോർഡ് CEO ഹാരിസ് മുഹമ്മദിന് സ്ഥലം മാറ്റം, പകരം ചുമതല ഡിവിഷണൽ ഓഫീസർ CA മഞ്ജുവിന്. അപ്പോൾ സുഡാപ്പിയുടെ നേതാവ്, ഏത് സുഡാപ്പിയുടെ? ഒരു സുഡാപ്പിയുടെ ഒരു നേതാവുമല്ല. ഫസലിനെ കൊന്നിട്ട് കാരായി രാജന് വേണ്ടിയിട്ട് വോട്ട് അഭ്യർത്ഥിച്ച് നടന്നവൻ തെരഞ്ഞെടുപ്പ് കാലത്ത് വാർത്താ സമ്മേളനം തലശ്ശേരിയിൽ നടത്തിയിട്ട് പറയാണ്, ഫസലുമായിട്ട് ഞങ്ങൾക്ക് യാതൊരു ബന്ധവുമില്ല, ഫസൽ ഞങ്ങളുടെ പ്രവർത്തകനായിരുന്നേയില്ല. അങ്ങനത്തെ ഈ കള്ളൻ ഇപ്പോൾ പറയുന്നത് എന്താ? വഖഫ് ബോർഡിൽ CEO ഹാരിസ് മുഹമ്മദിനെ സ്ഥലം മാറ്റി, പകരം ഡിവിഷണൽ ഓഫീസർ CM മഞ്ജുവിന് ചുമതല. അപ്പോൾ ഈ സുഡാപ്പിക്കാരൻ കരുതിയത് ഈ CM മഞ്ജു എന്ന് കണ്ടപ്പോൾ ഇവൻ കരുതി ഇത് നമ്മളെ മഞ്ജു വാര്യറിനെ പിടിച്ച് വഖഫ് ബോർഡിൻ്റെ CEO ആക്കി വെച്ചതാണ്. ഏത് മഞ്ജു വാര്യർ? നമ്മളെ സിനിമാ നടി മഞ്ജു വാര്യർ. മനസ്സിലായില്ലേ? സ്വന്തം പേര് പോലും മര്യാദക്ക്, ദീനിൻ്റെ നിയമം പ്രകാരമാണെങ്കിൽ പേരെഴുതുമ്പോൾ അബ്ദുൽ ലത്തീഫ് എന്ന് എഴുതണം. അബ്ദുൽ ലത്തീഫ് എന്നുള്ളതാണ് പേര്. അതുപോലും നേരാവണ്ണം എഴുതാൻ മനസ്സില്ലാത്തവൻ CM മഞ്ജുവിനെ വഖഫ് ബോർഡിൻ്റെ CE ആയി നിയമിച്ചു എന്ന് കേൾക്കുമ്പോഴേക്കും കയർ പൊട്ടിച്ചു. അയ്യോ, സതീശൻ സംഘപരിവാറാണ്, സതീശൻ RSSകാരനാണ്, സതീശൻ RSSന് വേണ്ടി പണിയെടുക്കുകയാണ്, സതീശൻ RSSകാരെ വഖഫ് ബോർഡിൽ പോലും നിയമിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് CM മഞ്ജു എന്ന് കണ്ടപ്പോഴേക്കും കയറ് പൊട്ടിച്ചതാ. അപ്പോൾ ഇവറ്റകൾ കരുതിയത് ഈ സുഡാപ്പിയോ അന്തംഗമിയോ ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ ഒരൊറ്റ ഇവരുടെ
തലതൊട്ടപ്പനായിട്ടുള്ള ഇവരുടെ സംസ്ഥാന പ്രസിഡന്റായിട്ടുള്ള CP അബ്ദുൽ ലത്തീഫ് എന്ന് പേര് ഫുള്ളായി എഴുതാത്ത, തൻ്റെ പേര് കള്ളനാണെന്ന് പേരിൽ തന്നെ എഴുതി വെച്ചിട്ടുള്ള സുഡുവിൻ്റെ നല്ല ഒന്നാം തരാതരം നിലപാട് മാറ്റുകയും പിണറായി വിജയന്റെ തീട്ടം നക്കി ജീവിക്കുകയും ചെയ്ത സുഡുവിൻ്റെ ഒരു പോസ്റ്റ് മാത്രമേ ഞാൻ വായിച്ചിട്ടുള്ളൂ. ഇനി ഇവറ്റകളുടെ കൃമികീടങ്ങളും മറ്റേ വിജയന്റെ കൃമികീടങ്ങളും മറുഭാഗത്തുണ്ട്. CM മഞ്ജു എന്ന് കേട്ടപ്പോഴേക്കും ഇവറ്റകൾക്ക് അങ്ങോട്ട് ഹാലിളകി. വഖഫ് ബോർഡിൽ ഇനി എങ്ങനെ ദീനിന്റെ കാര്യം നടക്കുക? വഖഫ് ബോർഡിൽ ഒരു വിശ്വാസിയല്ലാത്ത വ്യക്തിയെ നിയമിച്ചിരിക്കുന്നു. സംഘപരിവാറിന് വേണ്ടിയിട്ടാണ് വഖഫ് ബോർഡിൽ അങ്ങനെ നിയമനം നടത്തിയത് എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ കാർഡുകൾ ഇറക്കുകയും CM മഞ്ജുവിനെ കാണുമ്പോഴേക്കും വലിയ മൂലം കടച്ചിലാണ്. ആർക്കാ? സുഡൂനും അന്തംഗമികൾക്കും കൃമികീടങ്ങൾക്കും എല്ലാത്തിനും. ഈ പൊട്ടന്മാരെ ഇന്ന് ഈ CM മഞ്ജു ആരാണ്, എന്താണ് എന്നൊക്കെ ഒന്ന് തന്നെ അന്വേഷിക്കുന്നത് നല്ലതായിരുന്നില്ലേ അല്ലേ? അതൊന്നും അന്വേഷിക്കാതെ ചാടി വീണ് അപ്പോഴേക്കും എന്തായി, CM മഞ്ജുവിനെ സംഘപരിവാറിൻ്റെ ആളാക്കി, സതീശൻ RSSന്റെ ഏജന്റാക്കി. എന്താ പ്രശ്നം? ഹാരിസ് മുഹമ്മദിനെ മാറ്റിയിട്ട് CM മഞ്ജുവിനെ ആക്കിയതാ. അപ്പം ഇവരുടെ ഭാഷയിൽ എന്താണ്, ഹാരിസ് മുഹമ്മദ് എന്ന് പറയുന്ന വിശ്വാസിയായ ആളെ ഒഴിവാക്കിയിട്ട് അവിടെ അവിശ്വാസിയായ ഹൈന്ദവനായ CM മഞ്ജുവിനെ നിയമിച്ചു എന്നുള്ളതാണ്. ആണല്ല കേട്ടോ, സ്ത്രീയാണ് CM മഞ്ജു. അപ്പോൾ ഇത് കണ്ടിട്ടാണ് സുഡാപ്പികളും അന്തംഗമ്മികളും ഹാലിളക്കുന്നത്. ഞങ്ങൾ അന്നേ പറഞ്ഞതല്ലേ, സതീശൻ ആനയാണ്, ചെന്നയാണ്, മാങ്ങയാണ്, തേങ്ങയാണ്. എന്താ ചെയ്യാന്ന്? ഈ കാള പറ്റുമെന്ന് കേൾക്കുമ്പോൾ കേൾക്കുന്നില്ല. ഇത് അറിയാഞ്ഞിട്ടൊന്നുമല്ല, ഇവരുടെ സംസ്ഥാന അധ്യക്ഷന് ഇതിനെക്കുറിച്ച് ബോധ്യമില്ലായിട്ടോ CM മഞ്ജു ആരാണെന്ന് അറിയാഞ്ഞിട്ടോ ഒന്നുമല്ല. സാധാരണ സംസ്ഥാന നേതാക്കളെ, അപ്പോൾ സംസ്ഥാന അധ്യക്ഷൻ, ഒരു പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ എന്തെങ്കിലുമൊക്കെ ഒന്ന് പറയുമ്പോൾ എന്താക്കും, ആദ്യം ഇതിനെക്കുറിച്ചൊന്ന് അന്വേഷിക്കൂലേ? അതിൻ്റെ യാഥാർത്ഥ്യം എന്താണ്, അതിനെക്കുറിച്ചുള്ള വാർത്തകൾ എന്താണ് എന്നൊക്കെ അന്വേഷിക്കൂലേ? അപ്പം ഇതൊന്നും അന്വേഷിച്ചിട്ടില്ല. ഇതൊന്നും അന്വേഷിക്കാതെ അങ്ങോട്ട് വെടിവെച്ചതാണ് എങ്ങനെയെങ്കിലും. കാരണം എന്താ, ഈ പറയുന്ന കൃമികീടങ്ങൾ കേരളത്തിലെ ഈ തീവ്രവാദികൾ ഉണ്ടായത് തന്നെ എവിടെ നിന്നാ? മുസ്ലിം ലീഗിന് തീവ്രത പോരാ, മുസ്ലിം ലീഗ് സ്ട്രോങ് പോരാ എന്ന് പറഞ്ഞിട്ട് ലീഗ് വിരോധം ഒന്നുകൊണ്ട് മാത്രം ഉണ്ടായതാണ് പെറ്റുകൾ. അപ്പോൾ CM മഞ്ജു എന്ന് കേട്ടപ്പോഴേക്കും അയ്യോ, വഖഫ് ബോർഡ് CEO സ്ഥാനത്ത് മുസ്ലിം അല്ലാത്ത ആള്, കയറ് മുട്ടിക്കല്. അപ്പൊ ഇപ്പുറത്ത് കമ്മികള്, ഞങ്ങൾ അന്നേ നിങ്ങളോട് പറഞ്ഞതല്ലേ സതീശൻ RSSകാരനാ. ആരാ RSSകാരൻ? RSSകാരൻ പിണറായി വിജയനാ. മകളെ രക്ഷിക്കാൻ വേണ്ടി തലയിൽ മുണ്ടിട്ട് പോയി രാത്രി PM ശ്രീയിൽ ഒപ്പിട്ടത് പിണറായി എന്ന് പറയുന്ന RSSന്റെ ഏജന്റാ. അപ്പൊ ആ RSSന്റെ ഏജന്റ് തീട്ടം നക്കുമ്പോൾ ഈ CPI ലത്തീഫിന് ഒരു കുഴപ്പമില്ല. ഞാനിപ്പോൾ CPI ലത്തീഫിനോടുള്ള ആകെയുള്ളൊരു അപേക്ഷ, എന്തായാലും CP ലത്തീഫ് എന്നല്ല എഴുതിയിട്ടുള്ളത്, അതിനൊന്നുകൂടി എഡിറ്റ് ചെയ്തിട്ട് CP LA തീഫ് എന്നാക്കി മാറ്റണമെന്നുള്ളതാണ് ദയവ് ചെയ്തിട്ട്. കാരണം കള്ളനാണ് ഈ ചങ്ങാതി, കള്ളം മാത്രമേ അറിയുള്ളൂ. ഇപ്പൊ പറഞ്ഞതും കള്ളാണ്. ആരാണ് CM മഞ്ജു? CM മഞ്ജു എറണാകുളം സ്വദേശിനിയാണ്. അബ്ദുറഹ്മാന്റെയും വഹീദ റഹ്മാന്റെയും മകളാണ്. ആരാണ്? അബ്ദുറഹ്മാന്റെയും വഹീദ റഹ്മാന്റെയും മകളാണ് CM മഞ്ജു. അങ്ങനെ പറയുമ്പോൾ ഒരു ഗുമ്മ് പോരാ അല്ലേ? CM മഞ്ജു അങ്ങനെ പറഞ്ഞപ്പോൾ ഒരു ഗുമ്മ് മതിയോ? പോരാ. എന്നാ ഗുമ്മ് കിട്ടാൻ വേണ്ടിയിട്ട് ഒന്നുകൂടി നമുക്ക് അങ്ങ് ഡെക്കറേറ്റ് ചെയ്ത് പറയാം. എന്താണ്? കറുകപ്പുറത്ത് ഉദുമൻചാലിൽ അബ്ദുറഹ്മാൻ കുട്ടി സാഹിബിൻ്റെ മകൾ വഹീദ റഹ്മാൻ്റെ മകളാണ്. അബ്ദുറഹ്മാൻ കുട്ടി സാഹിബിൻ്റെ ദേശമെന്ന് പറയുന്നത് തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂരാണ്. ഈ പറയുന്ന വഹീദ റഹ്മാനെ വിവാഹം ചെയ്ത് വിട്ടിരിക്കുന്നത് എറണാകുളം ജില്ലയിലെ പാനായിക്കുളത്തേക്കാണ്. ഈ അബ്ദുറഹ്മാൻ സാഹിബ്, അതായത് CM മഞ്ജുവിൻ്റെ ഉമ്മയുടെ പിതാവ് ആരാണ്? മുസ്ലിം ലീഗിൻ്റെ കറകളഞ്ഞ നേതാവ്
ഒടുവിലാങ് പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്ത് വരെ ഇരുന്നിട്ടുള്ള തൃശ്ശൂർ ജില്ലയിലെ ഒടുവിലാങ് പഞ്ചായത്ത് പ്രസിഡന്റായി വരെ സേവനം അനുഷ്ഠിച്ചിട്ടുള്ള മുസ്ലിം ലീഗിൻ്റെ കരുത്തനായ നേതാവായിരുന്നു അബ്ദുറഹ്മാൻ സാഹിബ്. ആ അബ്ദുറഹ്മാൻ സാഹിബിൻ്റെ കറുകത്തൊടി അബ്ദുറഹ്മാൻ സാഹിബിൻ്റെ മകൾ വഹീദ റഹ്മാൻ്റെ മകളാണ് ഈ പറയുന്ന CM മഞ്ജു. അപ്പോൾ CM മഞ്ജു എന്ന് കേട്ടപ്പോഴേക്കും കയറെടുത്ത് മഞ്ജു വാര്യറെ കൊണ്ടുപോയി എന്തൊരു ഈ സുഡാപ്പികള് ഇവറ്റുകള് സമൂഹത്തിന് ഭീഷണിയാണെന്ന് പറയുന്നത് വെറുതെ പറയുന്നതല്ല. കാരണം ഭീഷണി എന്ന് പറയുന്നത് പ്രവൃത്തി കൊണ്ടും നാവ് കൊണ്ടും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, എന്തൊരു അക്രമത്തിൻ്റെയും തുടക്കം ഒരു നാവിൽ നിന്നായിരിക്കാം. ഒരു വെല്ലുവിളി, അവകാശവാദം, തെറി പറച്ചിൽ, അധിക്ഷേപിക്കൽ, അസഭ്യം പറച്ചിൽ, ഇവിടെ നിന്നാണ് സാധാരണഗതിയിൽ ഒരു കലാപം തുടങ്ങുക. നാവിൽ നിന്നാണ് ആദ്യം ഇത് പൊട്ടിപ്പുറപ്പെടുന്നത്. അപ്പോൾ ഇതാണ് പറയുന്നത് സുഡാപ്പിയുടെയും അന്തംഗമ്മികളും. ഇന്നലെ അന്തംഗമ്മികളും സുഡാപ്പി നിരന്തരം ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ മുഹമ്മദ് ആരിസിനെ, മുസ്ലിമായ മുഹമ്മദ് ആരിസിനെ പിടിച്ച് പുറത്താക്കി. CM മഞ്ജു എന്ന് പറയുന്ന അവിശ്വാസിയായ വ്യക്തിയെ കൊണ്ടുവന്നു വഖഫ് ബോർഡിൻ്റെ CEO ആക്കി. RSSന് വേണ്ടി പണിയെടുക്കുകയാണ് VD സതീശൻ എന്നൊക്കെ പറഞ്ഞിട്ട്. നിങ്ങളൊരു കാര്യം മനസ്സിലായിക്കോ, ഇത് കൃത്യമായിട്ടുള്ള പണിയാ. CM മഞ്ജു ആരാണെന്നറിയാതെ പേര് കണ്ടിട്ട് ഇറങ്ങി തിരിച്ചവരാണ് ഇവർ കുറേ ആൾക്കാർ. മനസ്സിലായില്ലേ? CM മഞ്ജു ആരാണ് എന്താണെന്നൊന്നും അറിയാതെ തുള്ളിച്ചാടി ഇറങ്ങിയതാണ്. CM മഞ്ജു ആരാണെന്നുള്ളതാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ഇതിവിടെ അതൊന്നല്ല പ്രശ്നം. ഇവിടെ എന്താ പ്രശ്നം? മുഹമ്മദ് ആരിസിനെ പുറത്താക്കിയതും വഖഫ് ബോർഡിലെ കാര്യങ്ങൾ എന്താണ്? വഖഫ് ബോർഡിൽ പിണറായി വിജയൻ നിയമിച്ചിരിക്കുന്ന നല്ല മൂത്ത കൃമികീടങ്ങളുണ്ട്. ആ മൂത്ത കൃമികീടങ്ങൾ മെയ് 16-ന്, അതായത് മെയ് 18-ന് സർക്കാർ അധികാരത്തിൽ വരികയാണ്. മെയ് 4-ന് റിസൾട്ട് വന്നു. മെയ് 4-ന് റിസൾട്ട് വന്നിട്ട് UDF ആണ് അധികാരത്തിലേക്ക് വരാൻ പോകുന്നത് എന്ന് വരെ അറിയാം. മെയ് 25 വരെ ഉമ്മീദ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യാനുള്ള അവസാന ദിവസം മെയ് 25 എന്നിട്ടും മെയ് 16-ന് വരാൻ പോകുന്ന സർക്കാരിൻ്റെ അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ തേടാതെ മെയ് 16-ന് കൊണ്ടുപോയിട്ട് അണ്ണാക്കിൽ തള്ളിക്കൊടുത്തു. കാരണം മുനമ്പം എന്ന് പറയുന്നത് ഒരു വലിയ പ്രശ്നം തന്നെയാണ്. മുനമ്പം വഖഫ് ഭൂമിയാണെന്നും മുനമ്പത്തിൻ്റെ പേരിൽ കേരളത്തിൻ്റെ സമൂഹത്തെ തമ്മിൽ തല്ലിക്കാൻ ഒരു വിഭാഗം ഒരു ഭാഗത്ത് നിൽക്കുന്നു, ആ എരിതിയിലേക്ക് എണ്ണ ഒഴിക്കാൻ മറ്റൊരു വിഭാഗം മറുഭാഗത്തും നിൽക്കുന്നു. അപ്പം ഇവിടെ ഇത് സംഭവിക്കാതെ ഇത് എങ്ങനെ രമ്യമായി പരിഹരിക്കാം എന്നുള്ളതിനുള്ള ഫോർമുലയുമായിട്ടാണ് സതീശൻ ഈ പറയുന്ന കസേരയിലേക്ക് വന്നു കയറുന്നത്. അപ്പോൾ സതീശൻ്റെ അഭിപ്രായം, സതീശൻ പറഞ്ഞത് അധികാരം കിട്ടിയാൽ 10 മിനിറ്റ് കൊണ്ട് താൻ അത് ചെയ്തു തീർക്കുന്നത്. സതീശൻ അത് ചെയ്യുമെന്ന് ഉറപ്പുള്ളത് കൊണ്ട് തന്നെ ഈ അന്തംഗമ്മികളും സുഡാപ്പികളും പിണറായി വിജയനും ഒക്കെ ചേർന്നുകൊണ്ട് സതീശൻ വന്ന ആ പ്രശ്നം പരിഹരിക്കുന്നതിന് മുമ്പ് അതിനെ വീണ്ടും കോംപ്ലിക്കേറ്റഡ് ആക്കി. അതിനെ വീണ്ടും നിയമത്തിൻ്റെ നൂലാമാലകളിൽ കെട്ടിക്കോർത്ത് അതാകെ കെട്ടുകുടുങ്ങി ആകെ ഇടങ്ങാറാക്കി വെച്ചു. അപ്പോൾ സതീശൻ വന്നാൽ ആ പ്രശ്നം 10 മിനിറ്റ് കൊണ്ട് പരിഹരിക്കും എന്നുള്ളത് അറിയായിരുന്നു. അപ്പം അത് ചെയ്യാൻ പാടില്ല. അതിന് വേണ്ടിയിട്ട് അത് ചെയ്യാൻ പാടില്ല എന്ന് മാത്രമല്ല, കേരളം കത്തണം എന്നുള്ളത് ഇവരുടെ ആവശ്യമാണ്. അതിനു വേണ്ടി പണിയെടുക്കുകയായിരുന്നു ഇവറ്റകൾ എന്ന് പറയുന്നത് വളരെ കൃത്യമായിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് സർക്കാർ UDF സർക്കാർ വരും അതുവരെ കാത്തു നിന്നില്ല. ഈ സർക്കാരിൻ്റെ പ്രതികരണം തേടിയില്ല, നിർദ്ദേശം തേടിയില്ല, അഭിപ്രായം തേടിയില്ല, നിലപാട് തേടിയില്ല. സ്വന്തം ഇഷ്ടപ്രകാരം അങ്ങ് ചെയ്തപ്പോൾ എടുത്ത് പുറത്തേക്ക് ഇട്ടു. ഇതിപ്പോൾ വഖഫ് ബോർഡിൽ മാത്രമൊന്നുമല്ല, ഇന്നലെ ഇതുപോലെ ആരോഗ്യ മേഖലയിൽ ഒരു സ്ത്രീയെ ഒരു ഡോക്ടറെ പിടിച്ച് വെളിയിലേക്ക് എറിഞ്ഞിട്ടുണ്ട് കെ മുരളീധരൻ. എന്തുകൊണ്ടാ? നിപ്പ റിപ്പോർട്ട് വന്നിട്ട്, നിപ്പയുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് വന്നിട്ട് മന്ത്രിയെ കണ്ടു, മന്ത്രിയുമായിട്ട് ചർച്ചകളൊക്കെ നടത്തി. പക്ഷേ നിപ്പയുടെ റിപ്പോർട്ട് വന്ന കാര്യം ബാക്കിയുള്ളൊന്നും പറഞ്ഞു വെക്കുന്നില്ല. കാരണം എന്താ? നല്ല ഈ അന്തംഗമ്മിയാണ്, കൃമികീടാണ്. അപ്പോൾ മുകളിൽ നിന്നുള്ള മാക്സിമം ആരോഗ്യ വകുപ്പ് കുളം തോണ്ടി കൊടുക്കണം, അവർ നന്നാക്കാൻ വേണ്ടി മാക്സിമം ശ്രമിക്കും. അപ്പോൾ അതിനെല്ലാം പാര വെച്ച് കൊണ്ടിരിക്കണം എന്ന് പറഞ്ഞിട്ടാണ് ആ കസേരയിൽ പിണറായി വിജയൻ ഇരുത്തിയിട്ട് പോയത്. അപ്പോൾ മുരളീധരൻ നോക്കുമ്പോൾ ഇതൊരു പാരയാ, ഇങ്ങനെ വലിച്ചങ്ങെറിഞ്ഞു. അതുപോലെ തന്നെയാണ് ഈ ആരിസ് മുഹമ്മദിൻ്റെ കാര്യവും.
മനസ്സിലായില്ലേ? അത്രയേ ഉള്ളൂ കാര്യങ്ങളെല്ലാം ക്ലിയർ ആകും. നല്ല ഡിപ്പായിട്ട് ചെയ്യാൻ അറിയുന്ന ആൾ തന്നെയാണ് സതീശൻ. അപ്പോൾ പച്ച നുണ പറഞ്ഞിട്ട് അതാ ലത്തീഫേ, ഒരു കാര്യം ചെയ്യ്, CP സ്പേസ് A സ്പേസ് LA സ്പേസ് എന്നിട്ട് തീഫ് എന്ന് എഴുതി വെക്ക്. മനസ്സിലായില്ലേ? ജനങ്ങളൊക്കെ അങ്ങോട്ട് നെറ്റിയിൽ എഴുതി ഒട്ടിക്ക്. ജനങ്ങൾക്ക് അങ്ങോട്ട് മനസ്സിലാകട്ടെ ഈ സുഡുവിൻ്റെയും ഈ അന്തം കമ്മികളുടെയും ഒക്കെ റേഞ്ച് എന്താണ് എന്നുള്ളത്. CM മഞ്ജു എന്ന് കേൾക്കുമ്പോഴേക്കും കയറ് പൊട്ടിച്ച കൃമികീടങ്ങളാണ് ഈ വെറ്റകൾ എന്ന് പറയുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. അപ്പോൾ മനസ്സിൻ്റെ ഉള്ളിൽ എങ്ങനെയെങ്കിലും ഒരു കുത്തിത്തിരിപ്പ് ഉണ്ടാക്കണം. അതാണ് ലക്ഷ്യമെന്ന് പറയുന്നത്.